വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഞ്ചാബിന്റെ സ്ട്രീറ്റിൽ ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. Give it to me. It is made of yeast, you know, yeast. I know yeast. Can I take this one? ബ്രെയിൻ കറി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ ബ്രെയിൻ കറി കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് വന്നതാണ്. പക്ഷെ അവൾ ഓർഡർ ചെയ്യുന്ന ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ ഫൈനലി ഞാനത് ടേസ്റ്റ് ചെയ്തു. ഓക്കെ നോർമൽ ടേസ്റ്റ്, പക്ഷെ എന്തോ ഒക്കെ മനസ്സിൽ കഴിക്കാനായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോണത് ഡ്രൈഡ് മാംഗോസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ ഒരു മാംഗോസ് ഡ്രൈഡ് ആയിട്ടുള്ള പല ടൈപ്പ്. ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടുന്ന് അത് സാധനം മേടിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് 200 rupees 400 rupees അങ്ങനെ കുറേ സർപ്ലസിൻ്റെ ഷോപ്പിലാണ്. ഒരു സ്ട്രീറ്റ് ഫുള്ള് ഡ്രസ്സ്. ഞാൻ ഫുൾ കൺഫ്യൂസ്ഡായി. ഇത് നമ്മൾ ഒരു പഞ്ചാബി വെഡ്ഡിങ് എനിക്കുണ്ട് എൻ്റെ കൊളീഗിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മേടിച്ച സൂട്ടാണ്. ഇതിന് 3500 ആയി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഇവിടുത്തെ സ്ട്രീറ്റും ഇവിടുത്തെ വഴികളും എല്ലാം എനിക്ക് ഭയങ്കര ഒരു പുതുമുള്ള സംഭവങ്ങളായിരുന്നു. ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ധൈര്യത്തിൽ ഞാൻ അവിടെയൊക്കെ ഫുൾ കറങ്ങി. അതിനുശേഷം ഒറ്റയ്ക്ക് ഞാൻ ക്യാബ് എടുത്ത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഹോട്ടൽ ലേ മെറിഡിയനിലോട്ട് പോവാൻ കേട്ടോ. ഞാൻ തന്നെ ആലോചിക്കായിരുന്നു എന്തൊക്കെ ചേഞ്ചസ് ആണ് ഏവിയേഷനിൽ കയറിയതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ നമ്മളിതേ ഹോട്ടലിലെത്തി. ഫുഡിൻ്റെ സെക്ഷൻ, ഇത് ഡെസേർട്ടിൻ്റെ സെക്ഷൻ മാത്രമാണ്. എല്ലാ ദിവസവും നമുക്ക് മോർണിംഗും അതുപോലെ തന്നെ ഡിന്നറും ബുഫേ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. ഈ ഏവിയേഷനിൽ കയറുന്ന സമയത്ത് ഇത്രയും അഡ്വാൻറ്റേജസ് ഒന്നും ഉണ്ടെന്ന് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യാണ്ടാണ് ഞാൻ കയറിയത്. പക്ഷേ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഏവിയേഷനിൽ കയറിയതിന് ശേഷമാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊക്കെ പറയുവാണെങ്കിലും അതിൻ്റെ അപ്പുറം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, അതും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുക, ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങളും നടന്നത് ഈ ജോലി കിട്ടിയതിന് ശേഷമാണ്. അങ്ങനെ ഞാൻ എൻജോയ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കുവാണ്. ഇനി നാളെ എനിക്ക് മോർണിംഗ് ഫ്ലൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിക്ക് മുമ്പ് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അങ്ങനെ ഞാൻ റൂമിലെത്തി. ഓരോ ദിവസം ഞാൻ ഷോപ്പ് ചെയ്തതിന് ശേഷം അത് പ്രോപ്പറായിട്ട് എടുത്ത് പാക്ക് ചെയ്ത് വെക്കും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്ത സാധനങ്ങൾ എല്ലാം തന്നെ നമുക്ക് പ്രോപ്പർലി പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കിടന്നുറങ്ങാം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ക്യാച്ച് യു നെക്സ്റ്റ് ടൈം ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.